ഹലോ ഗേയ്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങിയത്, ടൈം ഏകദേശം 7 മണിയായിക്കണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത് എവിടേക്കാന്നല്ലേ, ഞങ്ങൾ പോകുന്നത് കാലിക്കറ്റ് എയർപോർട്ട്. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലൈറ്റ്, അതായത് ഫ്ലൈറ്റ് ഉയരുന്നതും താഴുന്നതും കാണാനാണ്. അപ്പോൾ ഞാൻ ഇതുവരെ അത് പോയിട്ടില്ല. രാവിലെ തന്നെ പോകാനുള്ള കാരണം വേറൊന്നുമില്ല കേട്ടോ. അതായത് രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫ്ലൈറ്റ് ഉയർന്നതും താഴ്ന്നതും കാണാൻ കഴിയും. അങ്ങനെ അതെങ്ങനെ മനസ്സിലാക്കാമെന്നല്ലേ, അത് നമ്മൾ ഗൂഗിളിലോ ക്രോമിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യാം, നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈം ഉണ്ടല്ലോ, ടൈമിങ്, അത് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇവിടെ അല്ല, കൊണ്ടോട്ടി പയങ്ങാടി റൂട്ടിലാണ്. കൊണ്ടോട്ടിയിൽ ആദ്യത്തെ മെയിൻ ടൗൺ ആയിരുന്നു ഈ പയങ്ങാടി, ഈ കാണുന്ന റൂട്ട്. പിന്നെ അപ്പുറത്ത് ബൈപ്പാസ് റോഡ് വന്നതിന് ശേഷം എന്തായി, ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്ത് ആ ഭാഗത്തേക്ക് മാറിപ്പോയി. ഇപ്പോൾ ഇവിടെ കാണുന്ന ഏകദേശം പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫ്ലൈറ്റ് ഉയർന്നും താനും കാണാൻ പോലെ. ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്തെത്തിട്ടോ. ബാക്ക് കാണുന്നതൊക്കെ ആ ഒഴിഞ്ഞ മൈതാനാണ്, തൊട്ട ബാക്കിലാണല്ലേ. അതാട്ടോ റൺവേൻ്റെ എൻ്റെ ഭാഗം, എയർപോർട്ടിൻ്റെ ആ ഭാഗം, ലാസ്റ്റ് എൻ്റെ ഭാഗം. ഇവിടെയാണ് വിമാനം എന്ന് പറഞ്ഞാൽ, അതുപോലെ വിമാനമല്ല, ഫ്ലൈറ്റ്. ഇതായിട്ട് റോഡൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പോവാണ്. ക്ലോസ് ചെയ്യാനുള്ള കാരണം ഇതാ, ആ കാണില്ലേ ഓരോ ബോർഡർ വെച്ചിട്ടുങ്ങൾ, അത് ഷീറ്റ് കൊണ്ട് മറിച്ച സ്ഥലം, അതൊക്കെ ഇനി ഈ എയർപോർട്ടിൻ്റെ സ്ഥലം ആയിട്ട് മാറുന്നു. ഇതാ അവിടെ വരെ ഉണ്ട്, ആ ഭാഗത്ത് വരെ. ഇവിടുന്ന് കുറച്ചേരൊക്കെ വെയിറ്റ് ഒക്കെ ചെയ്ത്, അതായത് ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്ത്, എന്നിട്ട് കിട്ടിയിട്ടുള്ളത്. അത് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരു 10-15 മിനിറ്റോളം. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ ക്ലോസ് ആവും, ഈ വരുന്ന വഴി മൊത്തം ക്ലോസ് ആവും. അതായത് ഇവിടെ ഫുൾ എയർപോർട്ട് നീളം കൂടുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഈ റോഡ്, ഞങ്ങൾ വന്ന റോഡൊക്കെ ഉണ്ട്, ഒക്കെ മൊത്തം അടിച്ചു, ഫുൾ അടച്ചിട്ട് റൺവേ വലുതാക്കുകയാണ്. അതിനുള്ളത് കുറച്ച് ദിവസം ഇവിടെ പണിയൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാലൊക്കെ മിക്കവാറും ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഒന്ന് കണ്ടുപോവുക. പിന്നെ രാവിലെ മാത്രം അധികം ഇത്ര ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഉച്ചൻ്റെ ശതമാനം കുറവാണെന്ന് പറഞ്ഞിട്ടത്. അപ്പോൾ രാവിലെ വന്ന അതിനാണ്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് പോകുന്നത് ഇതിൻ്റെ റൺവേ കാണാൻ വെച്ചാൽ അപ്പുറത്തൊരു മല ഉണ്ട്. അപ്പം അവിടെ പോയി നോക്കാം, EMA കോളേജിൻ്റെ അടുത്ത്. അത് എനിക്കറിയില്ല, ഇവനാണ് അറിയുക, അതായത് പെങ്ങളൊക്കെ എന്താ ഇവന് മാത്രം. അപ്പം അങ്ങോട്ട് പോയി നോക്കാം. അവിടെ പോയിട്ട് നമ്മൾ കാണാൻ കഴിയോ നോക്കുക, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവിടേക്ക് പോയി നോക്കാം. നല്ല ഈ കാണുന്നതാ EMA കോളേജിന്റെ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിന് ചാരിയായിട്ട് നമ്മൾ പോണത്, ചാരുള്ള വഴിയാണിത്. ഇവിടെ കുറെ പണിയൊക്കെ നടക്കണ്ടല്ലോ, ചാരുള്ള വഴിയാണ്. ഇതാട്ടോ നമ്മൾ കാണാൻ പോണ വ്യൂ ഭാഗം. എങ്ങാണ്ട് എയർപോർട്ടാണ് കാണുന്നത്, അടിപൊളിയല്ലേ. എന്നിട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ഇത് കണ്ടത്. അതായത് ഇന്ത്യൻ്റെ ഫ്ലാഗ് ഇവിടെ നോക്കിയിട്ട് കാണണ്ടോന്ന് അറിയില്ല, ഞാൻ സൂം ചെയ്തുതരാം. ഇതാ കണ്ടില്ലേ, ഇത് ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. അതായത് ബൈക്കും കാര്യങ്ങളും തൊട്ടതായ പാർക്ക് ചെയ്യുന്നത്. ഏകദേശം ഇവിടെ ആൾക്കാർക്കൊക്കെ അറിയാൻ കഴിയും. ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ എന്തെങ്കിലും ബൈക്കും എല്ലാ വണ്ടി ലാൻഡല്ല സോറി എന്തായാലും പാർക്ക് ചെയ്യല്ലേ. അപ്പോൾ നമ്മളുള്ളത് എയർപോർട്ടിൻ്റെ വ്യൂ കാണാം, അതായത് റൺവേ കാണാൻ വ്യൂ ഭാഗത്തുള്ളത്. അങ്ങനെ അവിടെ ഇവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട് കാണാൻ, ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും കുറേ ആൾക്കാർ. നമ്മൾ വന്ന വഴി അവിടെ നിന്ന് താഴെ നിന്ന് പോകുന്നൊക്കെയാണ്, അവിടെയൊക്കെ ആൾക്കാരുണ്ട്, ആ ഭാഗത്തൊക്കെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന വള്ളക്കെട്ടുണ്ടല്ലോ, അതായത് ഇത് ഇവിടുത്തെ എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് മണ്ണെടുത്താണ്. നല്ല ആയുണ്ട്, ഇവിടെ കുറേ ആൾക്കാരൊക്കെ മരിച്ചെന്ന് പറഞ്ഞിട്ടത്. ഈ വള്ളക്കെട്ടുന്ന കുഴി നല്ല ആയുണ്ട്. അതുപോലെ റൺവേൻ്റെ ഭാഗത്ത് ആ ഭാഗത്താണ് എൻഡിങ്ങോ അവസാനം സ്റ്റാർട്ടിങ്ങോ ഒന്നും അറിയില്ല, ആ ഭാഗത്ത് ഈ കാണുന്നത്.
ഇവിടെയും കുറേ ഫാമിലീസൊക്കെ വന്നാണ്. ഇവിടെ നല്ല താഴ്ചയാണ് ഈ ഭാഗത്ത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഭാഗത്തേക്ക് നല്ല താഴ്ചയാണ്, കണ്ടില്ലേ? അപ്പോൾ അവിടെയൊക്കെ കണ്ടമാന ആൾക്കാർ, കാണാവുന്ന ആൾക്കാരാട്ടോ അതൊക്കെ. ആ ഭാഗത്തൊക്കെ ഇതാണ് റഹ്മാൻ്റെ ഭാഗത്ത്. വിമാനം കുറേ നിർത്തിയിട്ടുണ്ട്, ഫ്ലൈറ്റ് കുറേ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഭാഗം അത് ഹെലിപ്പാഡാണ് ഭാഗമാണ്. പിന്നെ അതുപോലെ അടുത്ത അവൻ കിട്ടി, കറക്റ്റ് ടൈമിലാണ് കിട്ടി. ഈ കാണുന്നത് ഫുള്ളും അവിടുത്തെ ഫ്ലൈറ്റ് നിർത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രങ്ങാനും കാണാനുള്ള കാരണം തന്നല്ലേ. ഇതൊക്കെ ഞാൻ സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് എൻ്റെ ഫോണിൽ ഏകദേശം ഇത്രങ്ങാനും സൂം ചെയ്യാൻ കഴിയും, അത്രങ്ങാനും സൂം ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെയൊക്കെ 1 2 3 4 അങ്ങനെ ഫ്ലൈറ്റ് ഇതാ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടാൽ മാതിരി ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടാണ്. ഇപ്പോൾ ഒരു പടക്കത്തിന് സൗണ്ട് കിട്ടില്ലേ, അത് സൗണ്ട്, ആ സൗണ്ട് എന്തിനാണെന്നല്ലേ, ഏതെങ്കിലും ഒരു വിമാനം കയറാനോ അതായത് പോവാനോ വരാനോ ഉണ്ടാവും. അപ്പം അത് പൊട്ടിക്കാൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാക്കകൾ കിളികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും അതിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി കേട്ടോ. പോകണില്ല വീണ. ഇത് 3ാമത്തെ പ്രാവശ്യമായിട്ട് പോകണത്, 3ാമത്തെ പ്രാവശ്യം. അത്ര തൊട്ടടുത്ത് പോകണ കണ്ടില്ലേ. പക്ഷെ ഞങ്ങൾ കയറുന്നത് കുറേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആകെ വിമാനം ഇറങ്ങുന്നത് ഒരു പ്രാവശ്യം, അത് ആ ഭാഗത്ത് നിന്ന്, അതായത് വിമാനം ഇറങ്ങിയ ആ ഭാഗത്ത് നിന്നിട്ട് കാണാൻ കഴിഞ്ഞത്. പക്ഷേ കയറുന്നത് ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യം കാണുന്നത്. വന്നത് കയറുന്നത് അധികം കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഇറങ്ങണ ആകെ ഒറ്റ 2 ഇറങ്ങിയാൽ ഒന്ന് എനിക്ക് ക്യാമറ എടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതാണ് ഇപ്പണെ ഫസ്റ്റത്താണ് എനിക്ക് എടുക്കാൻ കഴിഞ്ഞത്. രണ്ടാമത് ക്യാമറ കൊണപ്പോൾ ആ സാധനം പോയി. പിന്നെ 3ാമത് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് എന്തായത് ഫുള്ളും, അതായത് 3 പ്രാവശ്യമായി ഫ്ലൈറ്റ് നമ്മൾ കാണാൻ കഴിഞ്ഞത്, അത് കയറുന്നത് കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഭയങ്കര രസമുണ്ട്. ഇവിടെ നിന്ന് എത്തിയത് ഭയങ്കര രസമാണ്. അതായത് കഴിയണ രാവിലെ വരാട്ടോ ഏറ്റവും നല്ലത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയിക്കാറും. ഇതിലാണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട് അല്ലേ. അടിക്ക് ഇറങ്ങിയിട്ട് പിന്നെയും അവിടെ നിന്ന് ഈ താഴത്തേക്ക് പോയിട്ട് ആ മതിലുണ്ടല്ലേ, ബോർഡർ കയറാക്കുള്ള മതിലട്ടിയാ അതിനെ ചാരിട്ട് വഴി പോണത്. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് അതെല്ലാം ഇറങ്ങണമെന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ അവിടെ ഇറങ്ങിയിട്ടൊന്നും കാണാൻ കഴിയില്ലല്ലോ. താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല, കാരണം അവിടെ പോയിട്ടൊരു യാതൊരു കാര്യമില്ല. അപ്പോൾ കാണാനുള്ള വ്യൂ ഒക്കെ ഇവിടെ മുകളിൽ തന്നെയുള്ള കാണാനുള്ള വ്യൂ ഒക്കെ ഉള്ളത്. അതിലിവിടെ ഞങ്ങൾ തിരിച്ചു പോവാണ്. കാരണം ചായ ഒന്ന് കൊടുത്ത് രാവിലെ ഇറങ്ങിയതാണ്. അപ്പം ചായയും വെള്ളം ഒന്നും കൂട്ടിയിട്ടില്ല. അപ്പം ഇവിടെ നിന്നാണ്ട് ഇനി വീട്ടിൽ എത്തിയിട്ടാണോ അല്ലെങ്കിൽ പോണ വൈക്കൊന്ന് കുടിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ട വേറൊരു ഫ്ലൈറ്റാണിത്.